കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലാണ് അവരെ സൃഷ്ടിച്ചത്. എന്നാൽ അവരുടെ ജീവിതം വഴിതെറ്റിപ്പോയപ്പോൾ ആ അനുഭവം മാറി അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് അവർ തള്ളപ്പെട്ടു. അവർ മുഖാന്തരം വരും തലമുറകളെല്ലാം അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിലാണ് ജനിച്ചത്. എന്നാൽ അങ്ങനെ ഇരിക്കെ പോലും ചിലർ ദൈവത്തോട് ചേർന്ന് വന്ന് ആ അനുഭവത്തെ മാറ്റി തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് ചിലർ കയറി വന്നു. യാക്കോബും മോശയും. യാക്കോബിന്റെ ജീവിതത്തിൽ അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവമാണ് ഉണ്ടായിരുന്നതെങ്കിലും തനിക്ക് ദൈവത്തോടുള്ള ഉടമ്പടി നിമിത്തവും പൂർവ്വപിതാക്കന്മാരോട് ദൈവത്തിനുണ്ടായിരുന്ന വാഗ്ദത്തങ്ങൾ നിമിത്തവും യാക്കോബിനോട് ദൈവത്തിന്റെ ഒരു കൂടിക്കാഴ്ചയുണ്ടായി, ഒരു എൻകൗണ്ടർ ഉണ്ടായി. അത് നിമിത്തം താൻ ആ ഉടമ്പടിയിൽ നിൽക്കവേ ആ തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തെ ജീവിതകാലം മുഴുവനും പരിപാലിക്കുവാൻ യാക്കോബിന് കഴിഞ്ഞു. അടുത്തതായി മോശയെ കുറിച്ച് വചനം പറയുന്നു, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ക്യാരക്ടർ, സ്വഭാവം, തന്റെ സ്വഭാവത്തിൽ ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് അത് മോശയുടെ ജീവിതത്തിൽ തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തെ കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തിലും അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവമാണെങ്കിലും ഒരു തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കും.